വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കേസരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന രീതി അല്ലാതെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു ക്യാരറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് പാല് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് മധുരം ഇതിന് വേണ്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഇതിലും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേസരിയിലും മധുരം ഇടുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുക. ആവശ്യത്തിന് 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് പാലിൽ വെച്ച് വറ്റിച്ച് തീരെ വെള്ളമില്ലാത്ത രീതിയിൽ നമ്മൾ വറ്റിച്ചെടുക്കണം. പാലെല്ലാം വറ്റി വന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം പാനിൽ നിന്ന് മാറ്റി വെക്കുക. അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി നെയ്യ് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് കേസരിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂവും മുന്തിരിയും അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ ഞാൻ 1.25 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഈ നെയ്യിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി. ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതും ഒന്ന് കോരി മാറ്റി വെക്കുക. ആ പാനിലേക്ക് തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ക്യാരറ്റ് കൊണ്ടുള്ള ആ ഒരു ക്യാരറ്റ് മിക്സ് ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കേസരി ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ കളർ തന്നെ ഉണ്ടാവും. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം റോസ്റ്റഡ് റവ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ചേർക്കണം. കട്ട കെട്ടാൻ പാടില്ല. പിന്നെ കേസരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇളക്കി അത് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റി വരുന്ന സമയത്താണ് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഏത് ഷേപ്പിലാണോ നമ്മൾ കേസരി വേണ്ടത് ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഓവൽ ഷേപ്പിലുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ആക്കി വെക്കണേ. തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.